കാഞ്ഞങ്ങാട് പനത്തടിയിൽ പ്രമുഖ വ്യാപാരിയും പൊതുപ്രവർത്തകനുമായ കെ.എൻ. വേണുവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ ഭാര്യയെ സ്കൂളിലേക്ക് ബസിൽ കയറ്റിവിട്ട ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ വേണുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണവാർത്തയുടെ ആഘാതത്തിലാണ് പനത്തടിയിലെ നാട്ടുകാരും വ്യാപാരി സമൂഹവും. നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് പനത്തടി തച്ചാറക്കടവിലെ ശങ്കർ ബേക്കറി ഉടമയും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകനുമായ കെ.എൻ. വേണുവിന്റെ വിയോഗ വാർത്ത പുറത്തുവന്നത്. 52 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് വേണുവിനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട് അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഭാര്യ സരിതയെ വേണു കാറിൽ പനത്തടി ബസ് സ്റ്റോപ്പിലെത്തിച്ച് സ്കൂളിലേക്ക് യാത്രയാക്കിയിരുന്നു. ഇതിനുശേഷം തിരികെ വീട്ടിലെത്തിയ വേണുവിനെ കാണാതായതിനെ തുടർന്ന് മകൾ നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ 1-ാം നിലയിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ പനത്തടി യൂണിറ്റ് പ്രസിഡന്റ്, വളാന്തോട് സ്കൂൾ മുൻ PTA പ്രസിഡന്റ്, കോളിച്ചാൽ ലയൺസ് ക്ലബ് ഭാരവാഹി തുടങ്ങി വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു കെ.എൻ. വേണു. പരേതനായ നാരായണ പൊതുവാളിന്റെയും തമ്പായിയുടെയും മകനാണ്. ശങ്കർ, അഞ്ജന എന്നിവർ മക്കളാണ്. എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന വേണുവിന്റെ പെട്ടെന്നുള്ള ആത്മഹത്യ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. Forever shine.